നമസ്കാരം. റോഡ് നിർമ്മാണം ഇഴയുന്നതിന് ജനരോഷം തണുപ്പിക്കാനുള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെ പൊടിക്കൈ ആകെ പാളിയിരിക്കുകയാണ്. നിർമ്മാണ കരാറുകാരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ട്രോൾ മഴയാണ് ഇദ്ദേഹത്തിന് നേരെ വരുന്നത്. ഷട്ടിൽ മൈക്കും പിടിച്ച് ആരെങ്കിലും ഒരു ശകാരം നടത്തുമോ എന്നൊക്കെയാണ് ചോദ്യം. സാധാരണ ആരും ചെയ്യാത്ത ഒരു കാര്യമാണിത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ആലോചിച്ച് കാണില്ല. ഷട്ടിൽ മൈക്ക് വെച്ചാലും ആരും ശ്രദ്ധിക്കില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയായിരിക്കാം. അടുത്ത തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ഷോ ഓഫിന് ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ കൈയോടെ പൊക്കിയത് ആകെ ക്ഷീണമായി. ഇലക്ഷൻ എടുത്തപ്പോൾ MLAക്ക് വാലിന് തീ പിടിച്ചു, ഇരിക്കപ്പുറതി ഇല്ലാണ്ട് ക്യാമറയും മൈക്കും കുത്തി, അഭിനയം ഗംഭീരം, ഇനി ജയിൽ പോകാനുള്ളതാ എന്നൊക്കെയായിരുന്നു കമൻറ്റ്. ഞങ്ങൾ വിശ്വസിച്ചു, ഇതുവരെ വിശ്വസിച്ചു, ഇതുവരെ ശരിയാണ് കിട്ടുണ്ണി ചേട്ടാ എന്നൊക്കെ രീതിയിലുള്ള വളരെ വലിയ രീതിയിലുള്ള തമാശ കമൻറ്റുകളാണ് ഇതിന് കീഴിലായിട്ട് നിറയുന്നത്. വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ശ്രീകാര്യത്തെ റോഡ്. ഇത് ജനങ്ങളെ കാണിക്കാനാണ് എത്തിയതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും അങ്ങോട്ട് ഏശുന്നില്ല. വളരെ ആൾക്കാരെല്ലാം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് പറയുമ്പോഴും അതിനനുസരിച്ചുള്ള കളിയാക്കലാണ് കടകംപള്ളിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രശ്നം. ഇപ്പോൾ കള്ളത്തരം കാണിക്കുമ്പോൾ നമ്മളൊരു സത്യമാണെന്ന് തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ആൾക്കാരെ വിശ്വസിപ്പിക്കാമായിരുന്നു, കുറച്ചും കൂടെയൊക്കെ ആൾക്കാരെ പറ്റിക്കാമായിരുന്നു. അതിനിടയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി പോലീസിന് നേരെ അന്വേഷണം ആരംഭിച്ചു എന്നൊക്കെയാണ് വാർത്ത. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനി ഈ വിഷയത്തിൽ ജയിൽ കടകംപള്ളി കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിമുടി നാണം കെട്ട ഒരു അവസ്ഥയായിരിക്കും ഇടതുപക്ഷത്തിന്. പക്ഷെ അത് തടയാൻ വേണ്ടി പരമാവധി ഒക്കെ ശ്രമം നടത്തി. പത്മകുമാറിലെത്താതിരിക്കാൻ തന്നെ പരമാവധി ശ്രമം നടത്തി. പക്ഷേ പത്മകുമാറിലെത്തി. ഇപ്പോൾ പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. കാരണം വീണ്ടും അന്വേഷണത്തിന് ആവശ്യമായി വരേണ്ടെങ്കിൽ മാത്രം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി. അതുകൊണ്ട് ഇദ്ദേഹത്തെ റിമാൻഡിലേക്ക് അയച്ചു. കോടതിയിൽ നിന്ന് ഇദ്ദേഹത്തെ റിമാൻഡിലേക്ക് അയച്ചിരിക്കുകയാണ്. ദീർഘനാൾ തിരുവനന്തപുരത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കടകംപള്ളി കൂടിയ പത്മകുമാറിനൊപ്പം ഈ വിഷയത്തിലായാൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും പാർട്ടിയിലുണ്ടാകുക. നിലവിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ തന്നെ പാർട്ടി വളരെ വലിയ പരുങ്ങലിലാണ്. പാർട്ടിയെ സംബന്ധിച്ച് പത്മകുമാർ പത്തനംതിട്ടയിലൊരു മുഖം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു പത്മകുമാർ. കേരളത്തെ സംബന്ധിച്ചാലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. എന്നാലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന, അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഈ സമയത്ത് തന്നെ ഇവർ അറസ്റ്റിലായത് പാർട്ടിയെ വളരെ വലിയ ക്ഷീണത്തിലാണ് ആക്കിയിരിക്കുന്നത്. ഇനി കടകംപള്ളി കൂടി പത്മകുമാറിനൊപ്പം അറസ്റ്റിലായാൽ അത് എങ്ങോട്ടാണ് സഞ്ചരിക്കുക എന്ന് ഇടതുപക്ഷത്തിന് യാതൊരു രീതിയിലുള്ളൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അത്രമാത്രം ഭീകരമായൊരു അവസ്ഥയായിരിക്കും പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ്റെ എതിരായുള്ള തെളിവുകൾ പത്മകുമാറിൻ്റെ പക്കലുണ്ടെന്നും ഒരുപക്ഷെ സ്വർണ്ണക്കൊള്ള ഇപ്പോഴെങ്കിലും കണ്ടെത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം പോലും ഇവരടിച്ചു മാറ്റുമെന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യാപകമായിട്ടാണ് പരാതി ഉണ്ടാകുന്നത്. കടകംപള്ളി സുരേന്ദ്രന് വ്യാപകമായ രീതിയിൽ ഉള്ള ആരോപണങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഈ മൈക്കും പിടിച്ചുകൊണ്ടുള്ള ഒരു അഭിനയത്തിനൊക്കെ കടകംപള്ളി വന്നിരിക്കുന്നത്. പക്ഷേ അതും പാളി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന രീതിയിലാണ് ഇപ്പോൾ കടകംപള്ളി ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് ഇനിയിപ്പോൾ കടകംപള്ളിക്ക് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്വർണ്ണക്കൊള്ള ഏതൊക്കെ രീതിയിൽ പോകും എന്ന് പറയാൻ പറ്റില്ല. കടകംപള്ളിയെ സംബന്ധിച്ച് ചില നാണക്കേടുകൾ ആദ്യം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ വീണ്ടും പാർട്ടിയെ ഉലയ്ക്കുന്ന രീതിയിലുള്ള നാണക്കേടുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ആകുമ്പോൾ എങ്ങനെയായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉയർന്നപ്പോൾ പത്മകുമാർ ഇപ്പോൾ പ്രതിയല്ലല്ലോ, പത്മകുമാറിനെ ഇപ്പോൾ നിങ്ങളെന്തിനാ പ്രതിയാക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള തിരിച്ചുള്ള മറുപടികളാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം പാർട്ടി ഇതുവരെയും ഒരാളിനെ പ്രതി ചേർത്തതിൻ്റെ പേരിൽ മാത്രം
അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനോ മറ്റ് ശിക്ഷാ നടപടികൾക്കോ മുതിർന്നിട്ടില്ല. പക്ഷേ ഇവിടെ വിഷയം ശബരിമല ആയതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉത്തമ ബോധ്യവുമുണ്ട് പത്മകുമാർ ഇതിനകത്ത് കുറ്റവാളിയാണെന്ന്. പത്മകുമാറിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എതിർത്തും അനുകൂലിച്ചുമുള്ള അഭിപ്രായങ്ങളും പാർട്ടിയിലുണ്ട്. വലിയ ഭിന്നതയാണ് പാർട്ടിയിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. എന്തായാലും നല്ല ഒരു നടപടിക്ക് പാർട്ടി മുതിർന്നില്ലെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ അടുത്ത വരുന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ്റെക്ക് അടുത്തുകൊണ്ടിരിക്കും, വളരെ അടുത്താണ് ഈ കേസെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേസ് കടകംപള്ളി സുരേന്ദ്രനിൽ കൂടി എത്തിക്കഴിഞ്ഞാൽ ഇത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് മാറും. അതിനുള്ള ആദ്യം പത്മകുമാറിലെത്താനുള്ള തടയിട്ടുവെങ്കിലും പത്മകുമാറിലെത്തി, ഇനി കടകംപള്ളിയിലേക്ക് സ്വാഭാവികമായി എത്തും. അതിന് മുകളിലേക്കും എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ അഭിനയമൊക്കെ മലയാളിക്ക് വളരെ വലിയ ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ഇനിയും എയറിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്.